ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാ കൂട്ടുകാരും കാണണ്ടല്ലോ അല്ലേ. ഞങ്ങളെ വീട്ടിൽ ഗസ്റ്റ് വന്നതും നമ്മുടെ ബിജി ചേച്ചി വന്നതും പിന്നെ സോബിൻ കുട്ടപ്പൻ ഫാമിലി വന്നതും ഒക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസം നല്ല അടിച്ചു പൊളിച്ച് ഹാപ്പിയായി സന്തോഷിച്ച ദിവസങ്ങളാണ് കേട്ടോ കഴിഞ്ഞ ആഴ്ച മുതൽ. അപ്പോൾ എന്താ പറയുക, അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെയാണ് ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടി പറയാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഇവിടെ ഒരാൾ ചായ കുടിച്ചുകൊണ്ട് കേട്ടോ, അബി പൊക്കുവട കൊണ്ടുവന്നു ചേട്ടൻ. അപ്പോൾ പൊക്കുവടയും അതിൻ്റെ ചട്നിയും കൂട്ടിയിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറയാൻ വന്നത് എന്താ വെച്ചാൽ, സോബിയേട്ടനും നമ്മളെ ബിജി ചേച്ചിയൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പം അതൊന്നും ആരും കണ്ടിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പം അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണേ. അപ്പം എല്ലാ കൂട്ടുകാർക്കും ചെറുതായിട്ടൊക്കെ കാണാനൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ. അപ്പം ഞാനതൊന്ന് കാണിച്ചു തരാം എന്തൊക്കെയാന്നുള്ളത്. അപ്പോൾ നന്ദുമോൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വരണം അത് എടുത്തു തരാനായിട്ട്. അപ്പോൾ ഓളും അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കാം. അപ്പം എന്തായാലും ഓളും കൂടി വന്നിട്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ, എന്തൊക്കെയാണുള്ളത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ കുറേ ചോക്ലേറ്റും എന്താ പറയുക കുറച്ച് നട്ട്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടേനി കേട്ടോ. കുട്ടപ്പനും ബിജി ചേച്ചിയും കുറേ മിഠായും കാര്യങ്ങളൊക്കെ ഉണ്ടായി മക്കൾക്ക് വേണ്ടത്. പിന്നെ കുറച്ച് പലഹാരങ്ങളുണ്ടായി, അതൊക്കെ മക്കൾ തിന്നൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താനില്ല കേട്ടോ, തിന്ന് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ. പിന്നെ ഡ്രസ്സ് ഉണ്ട്, ബിജി ചേച്ചി ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾ ഒരു വട്ടം ഇട്ടിട്ട് അലക്കിയിട്ടതാണ്. അപ്പോൾ അതും കാണിച്ചു തരില്ല. അപ്പോൾ ചെറിയ ചെറിയ കുറച്ച് ഗിഫ്റ്റുകളും കൂടെ ഉണ്ട്, അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ചെറുതല്ല, ഞങ്ങൾക്ക് ഏറ്റവും വലുത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ച സമയമൊക്കെ ഉണ്ട് കേട്ടോ. ആരെയിലൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒരു സോപ്പ്, എന്താ പറയുക ഒരു സ്പ്രേ, ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിന്, പക്ഷെ കിട്ടൂല എന്ന് ഞങ്ങൾക്ക് അറിയേനി കേട്ടോ. എന്നാലും ഇപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ തരാൻ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് ദൂരെ നിന്ന് ഞങ്ങൾക്ക് വന്ന സമ്മാനങ്ങളാണ്. കൂടെ അവരും വന്ന്, അതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. എന്താ പറയുക, ദൂരെ നിന്നൊക്കെ ആരെങ്കിലും വരുമ്പോൾ ചെറിയൊരു സമ്മാനം കിട്ടുകാരനെ ഭയങ്കര സന്തോഷമല്ലേ. പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പ്രേയും ഒരു ഗൾഫിൻ്റെ സോപ്പൊക്കെ തേക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചാണ്. പക്ഷെ അതൊന്നും സത്യം തുറന്ന് പറയട്ടെ ഗൈസ്, അതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഉള്ളത് പറയാലോ, അങ്ങനെ ഒരു ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല. ആളുകൾ എന്താണ് നമുക്ക് അത് തരുമ്പം ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പം ഞങ്ങൾക്ക് എന്തായാലും ബിജി ചേച്ചി വരുമ്പോഴും സോബിയേട്ടൻ വരുമ്പോഴും ഞങ്ങൾക്ക് ആ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ മുന്നൊരു ദിവസം, കുറേ ദിവസം മുന്നേ കേട്ടോ, ഞങ്ങളെ ഒരു ഇത്ത വിളിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദൂരെയുള്ളൊരു ഇത്തയാണ്. ഞങ്ങളെ കാണാൻ വേണ്ടി വിളിച്ച് അങ്ങനെ ഞങ്ങൾ കോഴിക്കോടേക്ക് പോയി. ആ ഇത്തയും തന്നിട്ടോ ഞങ്ങൾക്ക് ഗിഫ്റ്റ്. ഇതുപോലെ തന്നെ സോപ്പ്, സ്പ്രേ, ടൈഗർ ബാം, പിന്നെ വാസ്ലീൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഇത്തയും തന്നിട്ടോ. എന്താ പറയുക, അതും ഭയങ്കര സന്തോഷമായിട്ട്. പെട്ടെന്ന് ഒരു കോഴിക്കോടേക്ക് വന്ന സമയത്ത് ഞങ്ങളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും പോയതാണ്. പക്ഷേ ആ ഇത്ത ആ ഒരു ഗിഫ്റ്റ് ആയിട്ടാട്ടോ ഞങ്ങളെ കാണാൻ വേണ്ടി അവിടെ വന്നത്. ഒരു അത്യാവശ്യ കാര്യത്തിന് അവർ വന്നതാണ് കോഴിക്കോട്. അപ്പം ഞങ്ങൾക്ക് അത് തന്നപ്പോൾ അതും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇത്താൻ്റെ കൈ കൊണ്ടാണ് അങ്ങനെയുള്ള ഐറ്റംസുകൾ ആദ്യമായിട്ട് ഗിഫ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ബിജി ചേച്ചിൻ്റെയും കുട്ടപ്പൻ്റെയും ഗിഫ്റ്റ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ബിജി ചേച്ചിൻ്റെ ഗിഫ്റ്റ് തന്നെ ആദ്യം കാണാം കേട്ടോ. അപ്പോൾ ബിജി ചേച്ചി ഇതാ നല്ല സോപ്പ്, എന്താ മണം, അടിപൊളി മണമുള്ള നല്ല സോപ്പ് ഉണ്ട് കേട്ടോ. സത്യമായിട്ട് സോപ്പിൻ്റെ പേരെന്താ? കാമേന്നോ നാച്ചുറൽ, അങ്ങനെ ഒരു സോപ്പാണ് ഗൈസ്. നല്ല അടിപൊളി സോപ്പ്, നല്ല മണമുണ്ട്. പിന്നെ ഒരു ടൈഗർ ബാം ഉണ്ട് കേട്ടോ. നമുക്ക് ജലദോഷം, ചുമ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, നെഞ്ചുവേദന, പുറം വേദന ഒക്കെ ഉണ്ടെങ്കിൽ പരട്ടാനുള്ള നല്ലൊരു ടൈഗർ ബാം ഉണ്ട്. അത് ഒരുപാട് കൊതിച്ചതാട്ടോ ഗൈസ് ഇതിനൊക്കെ. പിന്നെ സ്പ്രേ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി സ്പ്രേ. എന്താ സ്മെല്ല് ഗൈസ്, അടിപൊളി നല്ല സ്പ്രേ. സത്യം ഇതൊക്കെ നമ്മളെ സ്വപ്നങ്ങളാണ്. സ്വപ്നം എന്ന് വെച്ചാൽ ഭയങ്കര സ്വപ്നം, ഇഷ്ടവും. അപ്പം നല്ലൊരു അടിപൊളി സ്പ്രേ. ഇതൊക്കെ നമ്മുടെ രമേശേട്ടൻ വന്നിട്ടുള്ളതാട്ടോ ഗൈസ്. പിന്നെ ഇതാ പൗഡർ അല്ല പൗഡർ, നല്ല അടിപൊളി പൗഡർ. ഇതിൻ്റെ പേരൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഈ ഒരു പൗഡറാണ് ഇത്. നമ്മൾ പൊട്ടിച്ചിട്ടില്ല. സ്പ്രേ ഒക്കെ ഇവിടെ അബി പൊട്ടിക്കലും അടിക്കലും ഒക്കെ കഴിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ.
അപ്പം ഇത് നമ്മുടെ ബിജി ചേച്ചിൻ്റെ ഗിഫ്റ്റ്. പിന്നെ ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ മക്കൾ കഴിച്ച്. പിന്നെ ഡ്രസ്സും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് അലക്കിയിട്ടതാണ്. നന്ദുമോൾ ഇന്നലെ ഇട്ടിട്ടുണ്ട് ഇനി. അപ്പം അത് അലക്കിയിട്ട് അപ്പം ഇനി നമുക്ക് നേരെ കുട്ടപ്പൻ്റെ ഗിഫ്റ്റും കൂടി കാണാം. ഇതുപോലെ തന്നെ കുട്ടപ്പൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് ടൈഗർ ബാം ഉണ്ട് കേട്ടോ. ടൈഗർ ബാം ഉണ്ട്. അങ്ങനെ ഇപ്പം 3 ടൈഗർ ബാമായി ഇവിടെ. അന്ന് തന്നൊരു ടൈഗർ ബാം ഉണ്ട് ഇവിടെ കേട്ടോ. അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കട്ടെ ഗൈസ്. പിന്നെ നമ്മുടെ കുട്ടപ്പൻ കൊണ്ടുവന്ന പൗഡർ ഇത് നല്ല അടിപൊളി, നമ്മുടെ യാഡ്ലി അടിപൊളി നല്ല മണമുണ്ട് കേട്ടോ. പിന്നെ കുട്ടപ്പൻ തന്നെ കൊണ്ടുവന്ന സ്പ്രേ. ഇത് നമുക്ക് എവിടെയെങ്കിലും വേദനകൾ ഉണ്ടെങ്കിൽ അതിന് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പ്രേ ആണ്. നല്ല പുളിയാട്ടോ. എൻ്റെ കാലിനൊരു വേദന വന്നപ്പോഴേ അത് അടിച്ചിട്ടുണ്ട്. ഇനി കുഴപ്പമില്ല കേട്ടോ, നല്ല മാറ്റമുണ്ട്. പിന്നെ ഇതാ ബാക്ക് പെയിൻ എനിക്ക് എപ്പോഴുള്ളൊരു സംഭവം കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ മരുന്നാണേ. ഇതിങ്ങനെ തേച്ചാൽ മതി. പക്ഷെ അത് ഉപയോഗിച്ചിട്ട് ഇന്നലെ അമ്മയ്ക്ക് പുറം വേദന ആയപ്പോൾ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇതാ ബാക്ക് പെയിന് നല്ലൊരു ഓയിൽമെൻ്റ് ആട്ടോ. ഇതൊന്ന് തേച്ച് നോക്കണം. ഞാൻ തേച്ചിട്ടില്ല, അമ്മ തേച്ചിട്ടുണ്ട് ഇനി. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല. നല്ല സംഭവമാട്ടോ. അങ്ങനെ 2 നല്ല ഉപകാരമുള്ള കുറച്ച് ഐറ്റംസുകളാണ് കുട്ടപ്പനായാലും ബീച്ചേച്ചി ആയാലും ഞങ്ങൾക്ക് കൊണ്ടുവന്നത്. പിന്നെ കുട്ടപ്പൻ കൊണ്ടുവന്ന യാഡ്ലീൻ്റെ സ്പ്രേ ഉണ്ട് കേട്ടോ, അടിപൊളി. യാഡ്ലീൻ്റെ ബ്ലാക്ക് അടിപൊളിയാണ്, നല്ല മണമുണ്ട്. ഇതിൻ്റെ അഭിമോ എടുത്ത് അടിക്കലൊക്കെ തുടങ്ങി ഗൈസ്, കണ്ടോ നല്ല മണമുണ്ട്, അടിപൊളി സെറ്റ്. നല്ല മണമുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഗൈസ് എത്ര ചെറിയ സമ്മാനങ്ങളാണോ ഇങ്ങനെ വലുതാക്കി കാണിക്കണമെന്ന്. പക്ഷെ ഇത് നമുക്ക് വലിയൊരു സമ്മാനം കേട്ടോ. ജീവിതത്തിൽ ഇതൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സമ്മാനമല്ലേ. അപ്പം ഞങ്ങൾക്കിത് ഏറ്റവും വലുത് തന്നെയാണ് കേട്ടോ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതിൽ കൂടി എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സുഹൃത്തുക്കളും എന്താ പറയുക സ്നേഹസമ്പന്നരുമായ മനുഷ്യർ കൊണ്ടുപോയി തന്ന സമ്മാനങ്ങൾ നമുക്ക് ഏറ്റവും വലുത് തന്നെയല്ലേ. അപ്പം അതാണിത്. അപ്പം അതിൽ ഒരുപാട് സന്തോഷമായി. ഇതൊക്കെ തന്നപ്പം തന്നെ നമുക്ക് നല്ല സന്തോഷം. എന്താ പറയുക, സന്തോഷം അത്ര തന്നെ. പിന്നെ നമുക്ക് അന്നൊരു തന്നെന്ന് പറഞ്ഞില്ലേ, അന്ന് ഞാനത് സ്പെഷ്യലായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇനി കേട്ടോ. അന്നൊരു തന്നത് ഇതുപോലെ തന്നെ ടൈഗർ ബാം. ഇത്താൻ്റെ പേര് പറയില്ല കേട്ടോ. ഇത്തയ്ക്ക് അതിൽ വലിയൊരു കാര്യമില്ല. ഇത്തയ്ക്ക് അന്ന് അത് വലിയ താല്പര്യമില്ല കേട്ടോ പേര് പറയുന്നതിനോട്. അപ്പോൾ ഇത് തന്നതാണ്. ഇത് കുട്ടിക്കൂറേൻ്റെ സ്പ്രേ ആണ്. നല്ല അടിപൊളി സ്മെല്ലാട്ടോ, അടിപൊളിയാണ്. നല്ല അടിപൊളി കുട്ടിക്കൂറേൻ്റെ സ്പ്രേ ആണ്. പിന്നെ ഒരു വാസ്ലീൻ ഉണ്ട്. പിന്നെ ഒരു കുട്ടിക്കൂറ പൗഡർ ഉണ്ട്. പിന്നെ സോപ്പ് ഉണ്ട് ഇനി കേട്ടോ. സോപ്പൊക്കെ ഞങ്ങൾ തേച്ച് കുളിച്ച്. ഇത് കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ. പക്ഷേ ഇതൊന്നും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. സ്പ്രേ ഉപയോഗിച്ചിട്ടുണ്ട്, വാസ്ലീൻ ഉപയോഗിച്ചിട്ടുണ്ട്, പൗഡറൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഞങ്ങൾക്കിപ്പം ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളും ബീച്ചേച്ചും കുട്ടപ്പനും കൊണ്ടുപോകുന്നിട്ടാ. അതൊക്കെ കുട്ടികൾ തിന്നു കഴിഞ്ഞ്, ഒരുപാട് മിഠായികൾ എല്ലാവരും തിന്നു കഴിഞ്ഞ്. അപ്പോൾ അതൊക്കെ ഏറ്റവും വലിയൊരു സന്തോഷമല്ലേ. ഇതൊക്കെ കിട്ടിയപ്പം തന്നെ എന്താ പറയുക, പറയാൻ വാക്കുകളില്ല തന്നെ പറയാം. ഒരു സാധാരണ ഫാമിലിയായി ഞങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഇത്രയും സ്നേഹിക്കാൻ ആൾക്കാരുണ്ടായി. എല്ലാവരും ഞങ്ങൾക്ക് ഓരോ ഗിഫ്റ്റൊക്കെ തരിക എന്ന് പറയുമ്പോൾ സന്തോഷമല്ലേ. ഇതിൽ പരം വേറെ എന്ത് വേണം അല്ലേ, അതല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. കൂടുതൽ വിശേഷങ്ങൾ പിന്നീടൊക്കെ നമുക്ക് പറയാം. ഇന്ന് ഗസ്റ്റുകളൊക്കെ വന്നു പോയ സന്തോഷത്തിൽ തന്നെയാണ് ഞങ്ങളിപ്പോഴും. ഇനിയും ഒരുപാട് കൂട്ടുകാർ വരണം എന്നിങ്ങനെ ആഗ്രഹം പറയുന്നുണ്ട്. എല്ലാവരെയും ഞങ്ങൾ വിളിക്കുന്നുണ്ട്. വരുന്നവരൊക്കെ വന്ന് ഞങ്ങളെ കണ്ട് സന്തോഷമായിട്ട് പോകാം. ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്ക് ആഘോഷിക്കുക. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ലൈവിൽ കൂടി ഒരുപാട് കൂട്ടുകാരെ പരിചയപ്പെടുന്നുണ്ട്. അതിലൊരുപാട് സന്തോഷമായി. ഒരുപാട് കൂട്ടുകാർ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. എവിടെയെങ്കിലൊക്കെ പോയാലും 1-2 ആൾക്കാരെങ്കിലും ചാനലിലുള്ള ആളല്ലേ എന്നൊക്കെ ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടൊക്കെ അനുസരിച്ചു. അതൊക്കെയാണ് ചാനൽ കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപയോഗം. എന്താ പറയുക, അതുകൊണ്ട് ഈ ചാനൽ ഞങ്ങൾക്ക് പറ്റുന്നിടത്തോളം കാലം മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാട്ടോ ആഗ്രഹം. അങ്ങനെ മുന്നോട്ട് പോയോണ്ടേ ഇരിക്കട്ടെ. ഭാവിയിലേക്ക് ഇതൊന്ന് മക്കൾക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കണം, ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ, സീ യു.